ജാൻപീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വീടിനൊരു കറിവേപ്പ് ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള ജൈവ കർഷക സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സൗജന്യമായി വീടിനൊരു കറിവേപ്പില എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കേരള ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി ഖദീജ നർഗീസ് കറിവേപ്പില തൈ തൃപ്രങ്ങോട് പഞ്ചായത്ത് മെമ്പർ മണികണ്ഠന് നൽകി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ ലോക പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ജില്ലാ സെക്രട്ടറി ഗംഗാധരൻ പൊന്നാനി, ജില്ലാ ട്രഷറർ പ്രൊഫസർ ഹാറൂൺ, താലൂക്ക് പ്രസിഡന്റ് കെ അബ്ദുൾ റസാഖ് ഹാജി, ഇബ്രാഹിം എരാളന്നേൽ, കെ ദിലീപ് കുമാർ, അബ്ദുറഹിമാൻ നാലകത്ത്, ഖദീജക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. 100ഓളം ആളുകൾക്ക് സൗജന്യമായി കറിവേപ്പില തൈ വിതരണം ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തില് വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന് പറയുന്ന ഈ സുദിനത്തിൽ ഇന്ന് ജൂൺ 5 നമ്മൾ ജൈവ കർഷക സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് കൈമാറുന്നത് കറിവേപ്പിലയാണ്. മനുഷ്യന് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഒരു അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് കറിവേപ്പില എന്ന് പറയും. ഏതൊരു വിഭവം ഉണ്ടാക്കുകയാണെങ്കിൽ കറിവേപ്പില കൊടുക്കണം. അതിന് നമ്മൾ അടുക്കളത്തോട്ടത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വത്തോടു കൂടി ജൈവ കർഷക സമിതി ഡോക്ടർ രാധാകൃഷ്ണൻ്റെയും ഖദീജ നർഗീസ് ടീച്ചറുടെയൊക്കെ നേതൃത്വത്തിൽ ഗംഗാധര സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ബസ് സ്റ്റാൻഡിൽ ഒരു ചെറിയ സംരംഭം ജനങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ഞങ്ങൾ ഈ കറിവേപ്പില തൈ കൊടുക്കുന്നത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഞങ്ങൾ കേരള ജൈവ കർഷക സമിതിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കറിവേപ്പിൻ തൈകളാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഒരു വീട്ടിൽ ഒരു കറിവേപ്പെങ്കിലും ഉണ്ടാവണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ ഒരു പരിപാടി നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഞങ്ങൾ ഈ വിവിധ തലങ്ങളിൽ വൃക്ഷത്തൈ നടലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഈ ഒരു കുടുംബത്തിന് ഒരു കറിവേപ്പിൻ തൈ കൊടുത്തുകൊണ്ട് ആണ് ഈ ഒരു പരിസ്ഥിതി ദിനം എന്നെന്നും ഓർക്കാൻ, ആ കുടുംബത്തിന് എന്നെന്നും ഓർക്കാൻ, അവർക്ക് വിഷമില്ലാത്ത കറിവേപ്പിലെങ്കിലും ഉപയോഗിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മളെ വീടുകളിൽ മലയാളിയെ സംബന്ധിച്ച് അത് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ എന്നില്ല. മലയാളിയുടെ ഏതൊരു വിഭാഗം ആളുകളുടെയും അതിന് ജാതിയോ മതമോ പ്രദേശമോ ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് കറിവേപ്പില. പക്ഷേ കറിവേപ്പിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും രാസകീടനാശിനി അടിച്ചിട്ടാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാസകീടനാശിനി അടിച്ചുകൊണ്ട് നമ്മളുടെ തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് കാരമട ഭാഗത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കറിവേപ്പില ആണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ വേഗത്തിൽ ഒരു കറിവേപ്പ് ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഒരല്പം ശ്രദ്ധ വേണ്ടോ. ഇത് ജനങ്ങളെ പഠിപ്പിക്കുക, എന്നിട്ട് ആവശ്യമായ കറിവേപ്പിൻ തൈ അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാണ് ജൈവ കർഷക സമിതിയുടെ ഈ വർഷത്തെ തീരുമാനം. ഈ വർഷം മുഴുവൻ ജൈവ കർഷക സമിതി എവിടെയൊക്കെ കറിവേപ്പിൻ തൈ ആവശ്യമുണ്ടോ അവിടെയൊക്കെ പോയി പരിപാടികൾ നടത്തിക്കൊണ്ട് കറിവേപ്പിൻ തൈ വിതരണം ചെയ്യാനും അത് എത്തിച്ചു കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. എല്ലാം ഓരോ ദിനത്തിൽ ഒതുക്കി അതിനെ അവസാനിപ്പിക്കുന്നതായിരുന്നു നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലവും എത്രയോ തൈകൾ നടുന്നു. പിറ്റേ പ്രാവശ്യം ചെല്ലുമ്പോൾ തൈകളൊക്കെ പോയി കുഴികൾ മാത്രം കാണുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. സ്കൂളുകളിലാണെങ്കിലും റോഡ് സൈഡാണെങ്കിലും വേറെ ഏതെങ്കിലും പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ദിനം വളരെ ഗംഭീരമായിട്ട് ആചരിക്കുകയും അതിന് വേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അടുത്ത വർഷം വരുമ്പോൾ ഇവയൊന്നും അവിടെ കാണില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കുഴികൾ മാത്രം ബാക്കിയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഗൗരവം അറിയുന്നില്ല. ഇത് സംരക്ഷിക്കണമെന്നുള്ള ബോധം ഇല്ല. അതാണ് കാരണം. ഇപ്പോൾ ആ ബോധം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഗവൺമെൻറ് പറയുന്ന സ്ലോഗൻ തന്നെ ഈ പരിസ്ഥിതി ദിനത്തിൽ പറയുന്നത് തന്നെ ഭൂമിയെ അറിയുക, പരിസ്ഥിതി ദിനത്തെ തിരിച്ചറിയുക, എന്താണ് പരിസ്ഥിതിക്ക് ഏൽക്കുന്ന ആഘാതം എന്നറിയണമെന്നാണ് ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിലുള്ള സ്ലോഗൻ. അപ്പോൾ എന്താ ഭൂമിയെ അറിയുക എന്ന് പറയാനുണ്ടായ കാരണം
നമ്മളിതൊന്നും അറിയുന്നില്ല. എന്താണ് ഭൂമി, ആർക്കാണ് ഭൂമി, എന്തിനു വേണ്ടിയാണ് ഭൂമി എന്നതിനെക്കുറിച്ച് ഒരാൾ തിരിച്ചറിയുന്നില്ല. മനുഷ്യന് എന്തും ചെയ്യാനുള്ള ഒരു സ്ഥലം ആയിട്ടാണ് ഭൂമിയെ കാണുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വെട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ അതിലേറെ പ്രയാസം വേണം ഒരു ഭൂമിയിൽ വെട്ടാനും ചവിട്ടാനും അതിനെ നോവിക്കാനൊക്കെ. നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം ലഭിക്കാൻ പോലും കിട്ടുള്ളൂ. മനുഷ്യന് നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന സമയത്ത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. ജയിക്കുന്നു. കേരള ജൈവ കർഷക സമിതിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൈകൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി ദിനം എന്നത് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യൻ ജീവിക്കുന്ന പ്രദേശത്തുള്ള അവൻ്റെ സകലമാന ചുറ്റുപാടുകളിലുള്ള എല്ലാ സാധനങ്ങളും കൂടിയതാണ്. എല്ലാ ജീവജാലങ്ങളും അതുപോലെ തന്നെ മനുഷ്യനും പക്ഷി മൃഗാദികളും അതുപോലെ മനുഷ്യൻ്റെ അടിയന്തര ഏറ്റവും അത്യാവശ്യമായ വായു, ജലം, ആ പരിസ്ഥിതി സൂക്ഷിച്ച് കൊണ്ട് നടക്കുക എന്നുള്ളത് മനുഷ്യന് നിർബന്ധമായൊരു കാര്യമാണ്. മനുഷ്യൻ ചെയ്യുന്ന പണികൾ കണ്ടാൽ അവനിതിൻ്റെയൊക്കെ ഉടമയാണ്. അതുകൊണ്ട് എന്തും ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട് എന്നുള്ള നിലക്കുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി മനുഷ്യൻ വെറും ഒരു കാര്യസ്ഥൻ മാത്രമാണ്. ഇത് ഈ മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു തലമുറക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമിയെന്നും വരാനിരിക്കുന്ന സകലമാന ആളുകൾക്കും ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ അവകാശപ്പെട്ട ഭൂമിയാണിതെന്നും. മീഡിയ ന്യൂസ്, തിരൂർ.